പ്രൈസ് ലോർഡ്. തുയഥേര സഭാകാലം, നാലാമത്തെ തുയഥേര സഭാകാലത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഒരു 15 മിനിറ്റുള്ള ഭാഗങ്ങളായിട്ടാണ് ചെയ്യുന്നത്. തുടർന്നുള്ളതും ഇനി പറയുന്നതും മുൻപുള്ളതും വേണമെന്നുള്ളവർ ദയവായിട്ട് ഈ വാട്സാപ്പിൽ വരിക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ തുയഥേര സഭാകാലത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത ഭാഗം പറയാണ്. ഈ സഭയ്ക്ക് അറിയിക്കുന്ന ദൂത്, ഈ സഭയുടെ ദുർനടപ്പിൽ നിന്ന് മാനസാന്തരപ്പെടുവാനും കർത്താവ് അവരെ മുഴുവൻ ഇല്ലെങ്കിൽ അവരെ മുഴുവൻ കൊന്നുകളയും. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുകയാണ്. ഇല്ല എങ്കിൽ ഞാൻ അവളെയും, അതായത് ഈ കത്തോലിക്ക സഭ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ എതിർ ക്രിസ്തുവിന്റെ സഭ, അതാണ് അവളെയും അവളുടെ പുത്രന്മാരെയും ഒന്നും ഒരിടത്തും പറയുന്നില്ല. കാര്യം സഭ എപ്പോഴും ഒന്നുകിൽ ക്രിസ്തുവിന്റെ മണവാട്ടി, ഇല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. ഇന്ന് കാണുന്ന സഭ ഇന്ന് എല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുന്നു എങ്കിൽ അത് മുഴുവൻ എതിർ ക്രിസ്തുവിന്റെ സഭയാണ്. അതാണ് ഞാൻ അവളെയും അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. തുയഥേര എന്ന വാക്കിന്റെ അർത്ഥം അധികാരം നടത്തുന്ന സ്ത്രീ. ഒരിക്കൽ ജ്ഞാനിയായ ശലോമൻ പറഞ്ഞു, ഹൃദയത്തിൽ കണികളും വലകളും കൈകളിൽ പാശങ്ങളുമുള്ള മരണത്തെക്കാൾ കയ്പായിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ വിട്ട് ഒഴിഞ്ഞ് രക്ഷപ്പെടും. നിങ്ങൾക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട്. കർത്താവ് ദൈവകൃപയിൽ എന്നെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. പാപിയോ അവളാൽ പിടിക്കപ്പെടും. സഭാപ്രസംഗി 7:25-29. 1 തിമോത്തി 2:12 പറയുന്നു, മൗനമായി ഇരിപ്പാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ഭൂമിയിൽ മനുഷ്യരോട് ആദ്യ ദൂത് പറഞ്ഞത് ആരും നോക്കുക? ദൈവമാണ്. സ്വർഗത്തിലെ ദൈവമാണ് ആദ്യം മനുഷ്യരോട് ദൂത് അറിയിച്ചത്. അതിനുശേഷമാണ് ദൈവം നേരിട്ട് വീണ്ടും സംസാരിച്ചു. പിന്നെ നോഹയെ ഉപയോഗിച്ചു, മോശയെ ഉപയോഗിച്ചു, പ്രവാചകന്മാരെ ഉപയോഗിച്ചു. അവരെല്ലാം കല്ലെറിഞ്ഞു കൊന്നു. യേശു തന്നെ വന്നു വഴി നടത്തി. അപ്പോഴും യേശുവിനെ കല്ലെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശു പോയ ശേഷം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന അപ്പോസ്തലനെ കേൾക്കണം. യോഹന്നാൻ 10:16 പറയുന്നുണ്ട്, ലൂക്കോസ് 10:16 പറയുന്നുണ്ട്, യോഹന്നാൻ 13:20-21 പറയുന്നുണ്ട്. അപ്പോസ്തലനെ കേൾക്കുന്നവനാണ് യേശുവിനെ കേൾക്കുന്നതെന്ന് യേശു വ്യക്തമായി പറഞ്ഞു. ഇന്ന് നോക്കൂ, അപ്പോസ്തലന്മാരെയും കല്ലെറിഞ്ഞിട്ട് സ്വന്തം സഭ തുടങ്ങി പിശാച് എതിർ ക്രിസ്തുവിനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:16-17 ദൈവത്തിന്റെ ആദ്യ ദൂതിനെ തെറ്റിച്ചതും ആദ്യ സ്ത്രീ തന്നെയാണ്. ഏദൻ തോട്ടം മുതൽ തുടങ്ങി ഇന്നുവരെയും സ്ത്രീ പുരുഷന്റെ മേൽ അധികാരം നടത്തുന്നു. എന്നാൽ സ്ത്രീ പുരുഷന് കീഴടങ്ങിയിരിക്കണം എന്നത് അവളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. അതിന് ഒരു കാലവും മാറ്റം ഉണ്ടാവുകയില്ല. നോക്കൂ, ഇന്ന് ഈ ലവോദിക കാലമായപ്പോൾ സമത്വമായി. അത് വരുന്നുണ്ട്. ഇനിയുള്ള സഭാകാലങ്ങൾ പറയുന്നത് ഏത് സഭാകാലത്തിലാണ് ആ സമത്വം വരുന്നത് നോക്കുക. ആ സഭാകാലത്തിന്റെ പേര് ആസിയയിൽ അന്ന് ഉണ്ടായിരുന്ന പട്ടണങ്ങളുടെ പേര് തന്നെയാണ്. എങ്കിലും ഓരോരോ കാലത്തിലേക്ക് ആപ്റ്റായി പോകുന്ന രീതിയിലാണ്. ഓക്കെ, ഇനി ദൈവത്തിന്റെ ഈ വ്യവസ്ഥയ്ക്ക് ആവർത്തന പുസ്തകം 22:5 പറയുന്നു, സ്ത്രീ ഒരിക്കലും പുരുഷന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല. തലമുടി പുരുഷനെ പോലെ മുറിക്കുവാനും പാടില്ല. മറിച്ചായാൽ അവർക്ക് ദൈവം വച്ചിരിക്കുന്ന കൽപ്പനയെ മറുതലിക്കുകയാണ്. അവയെ മറുതലിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ സഭ എത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞാലും ആ വ്യക്തിയിലുള്ള ആത്മാവ് എതിർ ക്രിസ്തുവിന്റെ, ആ സഭയുടെ ആത്മാവ് എതിർ ക്രിസ്തുവാണ്. അത് തെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ദൈവം നുണ പറഞ്ഞു എന്ന് വരും. റോമർ 3:3-4 ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ദൈവം മാത്രം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു. നോക്കൂ, ഓക്കെ, ഇന്നത്തെ സ്ത്രീകൾ നോക്ക്, പള്ളികളിലിരിക്കുന്ന സ്ത്രീ, സഭകളിലിരിക്കുന്ന സ്ത്രീ മുടി നീട്ടി വളർത്തിയാലോ അത് മൂടുപടത്തിന് പകരം. പക്ഷെ മുടി കത്തിരിക്കാൻ പാടില്ല. ഇന്നത്തെ നമുക്ക് എല്ലാം ബോവ് ചെയ്ത് പല പല ഫാഷനിൽ സ്റ്റേജിൽ കിടന്ന് തുള്ളി കളിക്കുന്നതും അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നതും. പല സഭകളിലും സ്ത്രീകൾ പുരുഷന്റെ വസ്ത്രം ധരിച്ചത് കാണുന്നു. തലമുടിയും പുരുഷനെ പോലെ മുറിക്കുന്നു. പലരും പറയുന്നു അത് പഴയ നിയമത്തിലല്ലേ, നമുക്കത് ബാധകമല്ല എന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനം, ആ പഴയ നിയമത്തിലെ വചനങ്ങളും എല്ലാം പുതിയതും എല്ലാം സകലതും ഇന്ന് ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലാക്കിയിരിക്കുകയാണ്, ന്യായപ്രമാണം ആക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ജനത്തിന്റെ ഉള്ളിലേ വചനമുള്ളൂ, ഇല്ലാത്തവരുടെ ഉള്ളിൽ വചനമില്ല. ബാക്കി അവിടെ ഉള്ളിൽ ന്യായപ്രമാണം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ആരെങ്കിലും കാണുന്നോ, അകത്ത് കിടന്ന് ന്യായപ്രമാണം നമ്മൾ ബോധം വരുത്തുകയാണ്, അരുത്. ഈ ന്യായപ്രമാണം, ഈ മനസാക്ഷി നിമിത്തമാണ് ന്യായം വിധിക്കുന്നത്. അതുപോലെ ഇവിടെ ദൈവത്തിന്റെ വചനം സഭകളിൽ ഇരുന്നിട്ട് നിങ്ങളുടെ കയ്യിൽ തിരിക്കുന്ന അതേ വചനത്തിൽ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ നിഷേധിച്ചെങ്കിൽ കർത്താവ് ചോദിക്കും, ദേ ഒരുവൻ പറഞ്ഞു, അല്ലെങ്കിൽ പലരും പറയുന്നു വചനത്തിലുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കേട്ട് വിശ്വസിച്ചില്ല എന്ന് കർത്താവ് ഒന്ന് ചോദിക്കും. ഓക്കെ,
പഴയ നിയമത്തിൽ യേശു അനുസരിച്ച് നിവർത്തിയാക്കിയത് മാത്രമാണ് നമുക്കിന്ന് വേണ്ടാത്തത്. ബാക്കി പഴയ നിയമത്തിലുള്ള ഏകദേശം കാര്യങ്ങളും വേണമെന്നുള്ളതിന് ഇവിടെ അവർ ആവർത്തിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് യോഗ്യമാവണ്ണം വസ്ത്രം ധരിക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ സഭാകാലം 3-ാം മുദ്രയുടെ കീഴിലാണ്. ഈ സഭാകാലത്തെയും ദൈവം റോമർ 5:1 എന്ന വചനം തന്നെയാണ്, നീതീകരണത്തിലൂടെ തന്നെയാണ് ദൈവം അവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ വചനം കേട്ട് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ അവിടെയും ഒരു യുദ്ധം ഉണ്ടാവുകയും, കേട്ട് വിശ്വസിക്കുന്നവർ പിന്നത്തേതിൽ സഭയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആ കാലത്ത് ദൈവം ഉപയോഗിച്ച മനുഷ്യനോടുകൂടെ ചേർന്ന് അദ്ദേഹത്തിലൂടെ പറയുന്ന ദൈവിക വെളിപ്പാട് മന്നയാണ് ദൈവം അവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്, മറ്റു ദുരുപദേശമല്ല. ഓക്കെ, ഇങ്ങനെ പുറത്തേക്ക് വന്നവരുടെ കൂട്ടം ആ കാലത്ത് പിന്നെ ഈ വ്യക്തി പോയതിന് ശേഷം പിന്നീട് അവർ കൂട്ടിയ കൂട്ടമാണ് CSI സഭ. അവിടെ തുയഥേര കൊളംബോ എന്ന് CSI വിളിച്ചു ചേർത്തത്, അല്ലെങ്കിൽ ഇന്നത്തെ വിശ്വാസം നിൽക്കുന്ന വ്യക്തിയെ വിളിച്ചു ചേർത്ത് കൊളംബയാണെന്ന് അവർക്കറിയില്ല. പെന്തക്കോസിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് ലൂഥറാണ്, ജർമ്മൻകാരനായ ലൂഥറാണ്. അത് അവർക്കറിയില്ല. ഞങ്ങൾ നിൽക്കുന്ന സഭയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു ഏഞ്ചൽ, ദൈവത്തിൻ്റെ ഏഞ്ചൽ ഒരു വ്യക്തിയിൽ വന്നിട്ട് വില്യം മരിയം ബ്രങ്ഹാം. അത് നമ്മുടെ ഈ അടുത്ത കാലത്താണ്, ഒരു 50-100 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നമുക്ക് മീഡിയകളൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കത് അറിയാം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്, വീഡിയോസും ഒക്കെ ഉണ്ട്. അതിന് മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു, കൈയെഴുത്ത് പ്രതികളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓക്കെ. അപ്പോൾ ഇന്ന് ഈ കൊളംബയിലൂടെ ദൈവം വിളിച്ചു ചേർത്തവർ പിന്നത്തേതിൽ സംഘടനയാക്കിയതാണ് CSI. അപ്പോൾ മർത്തോമ അന്ന് പറഞ്ഞ ഉപദേശമാണ് എങ്കിലും ഇന്ന് ഫലമില്ല. കാര്യം എന്താ? അത് വിട്ടിട്ട് കർത്താവ് വന്ന് അടുത്ത കാലത്ത് ഉപദേശം പറഞ്ഞ് അതിലൂടെ ചേർന്ന് വരണം. ഓരോ സഭാകാലത്തിലും ഏഞ്ചൽ വന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുമ്പോൾ അവർ പഴയത് വിട്ട് പുതിയതിലേക്ക് വരണം. പുതിയതും പഴയതും കൂടെ കൂട്ടിച്ചേർത്ത് പിന്നെ അവിടെ ഇരിക്കാനും പറ്റില്ല. ഓക്കെ, പിന്നത്തിൽ വന്നത് CSI സഭ. വെളിപ്പാട് പുസ്തകം 2:18 മുതൽ 19 വരെ. കത്തോലിക്ക സഭ മുതൽ ഇന്ന് വരെയുള്ള സഭകൾ ഈ കാലത്തിലാണ് സ്ത്രീകളെ ശുശ്രൂഷയ്ക്കായി ഭരമേൽപ്പിക്കുന്നത്. കാരണം ബൈബിളിൽ ഒരിടത്തും സ്ത്രീകൾ അഭിഷിക്തന്മാരായ പുരുഷന്മാരെ വചനം പറഞ്ഞ് ഉപദേശിക്കുകയോ തലയിൽ കൈവയ്ക്കുകയോ സഭാ ശുശ്രൂഷ ചെയ്തിട്ടില്ല. എന്നാൽ സ്ത്രീകൾ സഭയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്തതായിട്ട് ഫേബയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പുരുഷനെ ദൈവത്തിനായിട്ടും സ്ത്രീയെ പുരുഷനായിട്ടുമാണ് ദൈവമാക്കി വച്ചിരിക്കുന്നത്. ഓക്കെ, 1 കൊരിന്ത്യർ 11:7 മുതൽ 9 വരെ. അതാണ് ദൈവ ഇഷ്ടം. അതിനെതിരെയുള്ളതെല്ലാം ഈ പറഞ്ഞ പൈശാചിക ഉപദേശം തന്നെയാണ്. അടുത്ത്, നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ സഭയിൽ കടന്നു വന്ന ചില ദുരാചാരങ്ങൾ എന്താണെന്ന് നോക്കാം. കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുള്ള സൂര്യനെ വണങ്ങുന്ന പ്രാർത്ഥന ഈ കാലത്ത് തുടങ്ങിയതാണ്. 1520 വരെ, 606 മുതൽ AD 606 മുതൽ 1520 വരെ ഉള്ള കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. ആ സമയത്ത് സഭയെ പിന്നെ മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചു. അതിന് വഴങ്ങാത്തവരെ റോമൻ സാമ്രാജ്യം സർക്കാർ ക്രൂരമായി പീഡിപ്പിച്ച് നൂറ്റാണ്ടുകളോളം കൊന്നൊടുക്കി. എന്നാൽ ദൈവം ഇസ്രായേലിൽ നിന്ന് യഹൂദന്മാരെ ലോകത്തിൻ്റെ പല ഭാഗത്തായി ചിതറിച്ചതോടെ പിന്നെ യഥാർത്ഥ വിശ്വാസികളായി അവിടെ ആരും ഇല്ലാതായപ്പോൾ അവിടെ അറബികൾ കടന്നു വരുന്ന കുടിയേറി പാർത്ത് അവിടെ ജനവാസം തുടങ്ങി. ഇവയെക്കുറിച്ചൊന്നും അറിയാത്ത പുതിയ ഒരു തലമുറ അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ഇക്കാലത്താണ് ഇസ്മായിൽ വംശത്തിൻ്റെ പ്രതിനിധിയായി മുഹമ്മദ് നബിയുടെ കടന്നുവരവ്. 1500-കളിലാണ് മുഹമ്മദ് നബിയെ കടന്നു വരുന്നത്. അതോടെ മുസ്ലിം മതം എന്നൊരു അവിടെ തുടങ്ങി. അങ്ങനെ യേശു വെറും പ്രവാചകൻ മാത്രമാണെന്നും യേശുക്രിസ്തു ദൈവം അല്ല എന്നും അവരും പറഞ്ഞു തുടങ്ങി. അതിനുശേഷം എബ്രായ ഭാഷ അറിഞ്ഞിരുന്ന ഇവർ അത് മാറ്റി അറബി ഭാഷ കൊണ്ടുവന്നു. ഇങ്ങനെ യെരുശലേം ദേവാലയത്തിൻ്റെ പുറകുവശത്തുള്ള മതിൽ മാത്രമാണ് ഇന്ന് അവിടെ നിൽക്കുന്നത്. യേശു പുറത്തേക്ക് ഇറങ്ങിയ ആ വാതിൽ ഇന്നും അവിടെ നിൽപ്പുണ്ട്. കർത്താവ് വീണ്ടും അതുവഴി തന്നെയാണ് അകത്തേക്ക് കയറുന്നത്. ഇന്നും ആ പുറം വാതിൽ തന്നെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അത് ആ വാതിൽ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന്. ബാക്കി എല്ലാവരും ഇടിച്ചു കളഞ്ഞു. ബാക്കിയുള്ള പ്രദേശം മുഴുവനും പാലസ്തീൻ നാട്ടിലേക്ക് ചേർത്തു. അവിടെ പല പ്രാവശ്യമായി പുതുക്കിപ്പണിത് ഇന്ന് അൽ അക്സ എന്ന 5000-ഓളം പേർക്ക് ഇരുന്ന് ആരാധിക്കാവുന്ന ഒരു പള്ളി അവിടെ ഉണ്ട്, ഒരു മോസ്ക്. യെരുശലേം ദേവാലയം ഇരുന്ന സ്ഥലത്ത് ഇന്ന് ഇത് ബൈബിൾ പറയുന്നുണ്ട്, ജാതികളുടെ സംഖ്യ തികയുവോളം യെരുശലേം ജാതികൾ ചവിട്ടിക്കളയും. അപ്പോൾ യഹൂദൻ അവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ അൽ അക്സ എന്നുള്ള പള്ളി വെച്ചിട്ട് ജാതികളായ നമ്മൾക്കൊരു എണ്ണമുണ്ട്, സംഖ്യയുണ്ട്, അത് കർത്താവിനെ അറിയാം. ഈ സംഖ്യ തികയുവോളം ജാതികൾ, ആ മുസ്ലിം വംശക്കാർ ആ പള്ളിയിൽ ആരാധിക്കും. ഈ നമ്മുടെ മണവാട്ടി സംഖ്യയുടെ എണ്ണം പൂർത്തിയായി കർത്താവ് ഒരുപക്ഷെ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. കർത്താവ് യേശുക്രിസ്തു സ്നാനപ്പെടുക തന്നെ വേണം. സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാ പൂർണ്ണനാകുന്ന അടുത്ത സെക്കൻഡ് സഭ പൂർത്തിയാകും, കർത്താവ് പോകും. ഈ പരിശുദ്ധാത്മാവ് യഹൂദന്മാരുടെ ഇടയിലേക്ക് പോവുകയും അവർ ഈ ഈ അൽ അക്സ പള്ളി ഇടിക്കും. ആ സ്വർണ്ണ മകുടം പോലെ ഇരിക്കുന്നത് അത് ഇടിക്കും. അത് ഇടിക്കുന്നത് നമ്മൾ നാളെ നിങ്ങൾ ആരെങ്കിലും TV കാണുമെന്ന് വിചാരിച്ചാലും അതിനു മുമ്പ് കർത്താവിൻ്റെ ജനം പോയി. അതാരായാലും ശരി തന്നെ പോയില്ല എങ്കിൽ കർത്താവിന് ജനം പോയതിന് ശേഷമേ അത് ഇടിക്കുകയുള്ളൂ.
അത് ജാതികളുടെ സംഖ്യ തികയുവോളം യെരുശലേം ജാതികൾ ചവിട്ടിക്കളയിട്ട് അതുവരെ അവരവിടെ ആരാധനയ്ക്കായി കയറും. അത് കഴിഞ്ഞ് കയറാൻ പറ്റില്ല, ആലയം അവിടെ ഉണ്ടാവുകയില്ല. പിന്നീടോ യഹൂദന്റെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. ഇപ്പോൾ അതാണ് അവരുടെ മുസ്ലിങ്ങളുടെ ആരാധനാലയം. ഇവരുടെ പുറം മതിൽ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന അവിടെ ഉണ്ട്. ഓക്കെ. ഇനി ഈ അവസാന കാലത്ത് ഉടനെ തന്നെ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രായേൽ അതിനെ പിടിച്ചെടുക്കും. ഇതൊരു പ്രവചനമുണ്ട്, അത് വില്യം മാരി ബ്രങ്ഹാമിൻ്റെ അടുത്ത് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അവിടെ യെരുശലേം ദേവാലയം പണിയുക തന്നെ ചെയ്യും. ആരാധന തുടങ്ങിക്കഴിഞ്ഞ് റോമും ഇസ്രായേലും ഒരു കരാർ സംഘടിപ്പിക്കുകയും പിന്നെ അവിടെ പ്രശ്നമുണ്ടായും. ഏകദേശം 1.25 വർഷം കഴിഞ്ഞ് കർത്താവ് വന്ന് മണവാട്ടി ചേർത്ത് കഴിഞ്ഞ് പോയതിനു ശേഷം ഇവർ ഉടമ്പടി ലംഘിക്കും. യേശുക്രിസ്തു ഒന്ന് മണവാട്ടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം ഇല്ല കേട്ടോ. പിശാച, ഈ പെന്തക്കോസ്ത് വരെയുള്ള സഭകളുടെ പിശാചാണ് പഠിപ്പിക്കുന്നത്. ഇതുവരെ ഈ സഭകളെല്ലാം തെറ്റായി പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ശരിയായത് നോക്കൂ, യഹൂദന് 7 വർഷം ഉണ്ടായിരിക്കും. 69 ആഴ്ചവട്ടം കഴിഞ്ഞ് 70ാമത്തെ ആഴ്ചവട്ടം, ഒരു ആഴ്ചവട്ടം 7 വർഷം. 7 വർഷം ഉണ്ടായിരിക്കെ അവരെ വിടിവിച്ച് കൊണ്ടുപോകാൻ വന്നപ്പോൾ 3.5 വർഷം യേശു ഇവിടെ വന്ന് ശുശ്രൂഷിച്ചു. ബാക്കി 3.5 വർഷമല്ലേ നീട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി 3.5 ഉള്ളൂ. വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കുക. 7ാമത്തെ അധ്യായം 2-ലൊക്കെ 7-ലും 6-ലൊക്കെ പറയുന്നുണ്ട്. 3.5 വർഷം, 42 മാസം, ഒരു കാലം, ഇരുകാലം, അരക്കാലം, 3.5 വർഷം, 1260 ദിവസം, 30 ദിവസം വെച്ച് നോക്കി നോക്കുക. 3.5 വർഷമേ ഉള്ളൂ. പിശാച് എല്ലാം തലകുത്തനെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു വചനം തെറ്റിച്ചപ്പം മരണം കടന്നു വന്നെങ്കിൽ നിങ്ങൾ ഇതെല്ലാം തെറ്റായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ സ്വർഗത്ത് പോകാനായിട്ട്? ഓക്കെ. അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കർത്താവ് യഹൂദന്മാരെ ഇസ്രായേലിലേക്ക് മടക്കി കൊണ്ടുവന്നത്. ഈ 4ാം സഭാകാലം മുതൽ 6ാം സഭാകാലം വരെയും 3ാം മുദ്രയുടെ കീഴിലാണ് പോകുന്നത്. അതിനാൽ സാത്താൻ ഉപായത്താൽ 1ാമത്തെ അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിന്നും ജനത്തെ തെറ്റിച്ചിരിക്കുന്നത് ഇന്നുവരെയും ആരും അറിയുന്നില്ല. ഈ സഭകൾ ശരിയായി പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന ബൈബിളിലുള്ള വെളിപ്പാടുകൾ പറഞ്ഞാലും വേണമെങ്കിൽ അവർക്കിത് വിശ്വസിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാമല്ലോ ശരിയായിട്ടുള്ളത്. തലയിൽ തുണിയിടാൻ പാടില്ല കേട്ടോ. ദൈവസഭയ്ക്ക് വേണ്ടാന്ന് 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 13 മുതൽ വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 11-13 മുതൽ തുണി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് സാത്താന്റെ സഭയ്ക്കാണ്. ദൈവസഭ അവിടെ വ്യക്തമായി നമ്മുടെ വായിച്ചു, സാത്താന്റെ പള്ളി, സാത്താന്റെ സിംഹാസനമുള്ള ഇടം, ദുരുപദേശം പഠിപ്പിക്കുന്നത്. ദൈവസഭയ്ക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:12 മുതൽ വായിച്ചു നോക്കുക. നമ്മളെല്ലാം ഇവരെല്ലാം കർത്താവിലേക്ക് തിരിഞ്ഞു എന്നും ക്രിസ്തുവിലായി എന്നും പറയുന്നു. പക്ഷെ സാത്താൻ അപ്പോഴും ബോധ മനസ്സിനെ മന്ദമാക്കി വെച്ചിരിക്കുകയാണ്. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും, ക്രിസ്തുവിൽ മൂടുപടം നീങ്ങിപ്പോകും. പച്ചക്കഴി വെച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 3 വചനം താഴോട്ട് വായിച്ചു നോക്കുക. മോശ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. അപ്പോൾ മുഖത്തുള്ളതായിരുന്നു തലയിലുള്ളതായിരുന്നാലും പാടില്ല. ദൈവ തേജസ് വിളങ്ങണം. മുടി നീട്ടി വളർത്തിയാൽ മൂടുപടത്തിന് പകരം. അപ്പോൾ ഈ വക കാര്യങ്ങൾ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4ാമത്തെ സഭാകാലം ഇവിടെ തീരുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ 4ാം സഭാകാലത്തിലും അല്ല, ഓരോ സഭാകാലത്തിലും തെറ്റിപ്പോയ ജനത്തെ ദൈവം യഥാസ്ഥാനത്താക്കുന്നതിന് വേണ്ടി ഓരോ കാലത്തിലും ദൈവത്തിൻ്റെ ഏഞ്ചലിനെ അയച്ച് ദൈവം ഓരോ വ്യക്തികളിലൂടെ പുറത്തേക്ക് വിളിക്കുമ്പോൾ ആ വചനം വെളിപ്പാട് കേട്ട് പുറത്തേക്ക് വന്ന് മരണപര്യന്തം അതിൽ തന്നെ മുറുകെ നിൽക്കുന്നവർ മാത്രമാണ് ആ കാലത്തിൻ്റെ ക്രിസ്തുവിൻ്റെ മണവാട്ടി. ചെറിയ കൂട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം എണ്ണിക്കൂടാതെ വണ്ണം, അത് നോഹയുടെ കാലം മുതലുള്ള ജനങ്ങളെ കാര്യം അവിടെ പറയുന്നത്. അവസാന കാലം വരെയുള്ള ജനത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ 4ാമത്തെ സഭാകാലം അവിടെ തീർന്നു. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ അറിയാം. യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുക തന്നെ വേണം. നിങ്ങൾ എത്ര വലിയ ഭക്തൻ എന്ന് പറഞ്ഞാലും മക്കളെന്ന് പറഞ്ഞാലും ആത്മാവ് വഴി നടത്തിയാലേ ദൈവത്തിൻ്റെ മക്കളാവുള്ളൂ, മണവാട്ടിയാവുള്ളൂ, കർത്താവ് കൊണ്ടുപോകുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.